ഷൈനിയെ നല്ല കൊടംപുളിയിട്ട മീൻകറിയുടെ മണം വരുന്നല്ലോടി. അതൊക്കെ പറ അമ്മച്ചി, അത് ഡയനയിലെയാ. എന്റെ അമ്മച്ചി ഡയനയുടെ മണം അടിച്ച വായി കപ്പലോടും കപ്പൽ. Diana, the complete family restaurant at Patnamthitta, providing different varieties of South Indian, North Indian and Chinese dishes. Delicacies prepared by experienced chefs. We provide home deliveries too. Diana Restaurant, Aban Junction, Patnamthitta. രുചിയുടെ രസക്കൂട്ടുമായി Diana. പറഞ്ഞത് കള്ളമല്ല, പിടിയിലായത് ക്രിമിനൽസുമല്ല. ശബരിമലയിൽ കൊടിമരത്തിൽ ദ്രാവകം ഒഴിച്ചവരെ IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ചോദ്യം ചെയ്തു. ശബരിമലയിലെ കൊടിമരത്തിൽ മെർക്കുറി ദ്രാവകം ഒഴിച്ച ആന്ധ്ര സ്വദേശികളായവരെ പത്തനംതിട്ട പോലീസ് ക്യാമ്പിൽ IG മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. 5 പേരാണ് പിടിയിലായത്. ആന്ധ്ര സ്വദേശികളാണ്. ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ദ്രാവകം ഒഴിച്ചതെന്നാണ് ചോദ്യം ചെയ്തതിൽ പറഞ്ഞതെന്ന് IG വ്യക്തമാക്കി. ഇവരുടെ പേരിൽ മറ്റു കുറ്റകൃത്യങ്ങളോ അസ്വാഭാവികതയോ ഇല്ല എന്നും ആന്ധ്ര പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ വിവരം ലഭിച്ചതായി IG വ്യക്തമാക്കിയിട്ടുണ്ട്. IG വിശദീകരണത്തിലേക്ക്. നമ്മളത് 5 പേരും ചോദ്യം ചെയ്തു. അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവരൊരു അവിടെ ചെന്നിട്ട് ഒരു റിലീജിയസ് ചടങ്ങ്, അവരുടെ ആന്ധ്ര ട്രഡീഷൻ വെച്ചിട്ട് ഒരു പാദരസം എന്നൊരു കാര്യം ഒഴിച്ച് നവധാന്യങ്ങളുടെ കൂടെ വെച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ വെരിഫൈ ചെയ്തു. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് അവരവിടെ തിരിച്ചപ്പം തൊട്ട് ഇതുവരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് അത് വരെ അപാകതകളൊന്നുമില്ല, ഇൻകൺസിസ്റ്റൻസി ഒന്നുമില്ല. അവർ പറഞ്ഞേക്കുന്ന എല്ലാം പത്മനാഭസ്വാമി ടെമ്പിൾ പോയത്, അവർ വന്ന സമയം, പോകുന്ന സമയം, അവർ ചെയ്ത കാര്യം, പിന്നെ ഇത് കുറേ അവർ ഫോട്ടോഗ്രാഫ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ അറ്റ്ലീസ്റ്റ് ഇൻകൺസിസ്റ്റൻസി ഒന്നും കാണില്ല. ഒരു കുറ്റകൃത്യം ചെയ്യുന്ന അല്ലെ അവർ ഒഴിക്കുന്ന കാര്യം വരെ കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫ് ഉണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങളും അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, നമ്മൾ ആന്ധ്രയിൽ അവർ മേടിച്ച കാര്യങ്ങൾ ആ കടയിൽ നമ്മൾ വെരിഫൈ ചെയ്തു. അവരോട് സംസാരിച്ചു, കടക്കാരനോട് സംസാരിച്ചു. അപ്പോൾ ആന്ധ്രയിൽ ഇങ്ങനത്തെ ഒരു അതിലൊരു 20 വർഷമായിട്ട് ഈ മെർക്കുറി ഇങ്ങനെ തന്നെ കുറേ ചടങ്ങുകൾക്ക് വിൽക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് കാര്യങ്ങൾ ഒരു ടീം ആന്ധ്ര പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ടീം തന്നെ ഒരു DYSPന്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. അവരിപ്പം ഒരു 15-20 മിനിറ്റിലെത്തും. അവരുടെ കൂടെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ ഇൻകൺസിസ്റ്റൻസി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും വെരിഫൈ ചെയ്യാനും ബാക്കി കാര്യങ്ങളും ഇതുവരെ കേസ് ഒന്നും അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടില്ല. പിന്നെ ആന്ധ്ര പോലീസ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ആന്ധ്രയിലും കുറച്ച് കാര്യങ്ങൾ ഇവരുടെ വില്ലേജിലും പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. അല്ല, ഈ എല്ലാ കാര്യവും നോക്കണം. നമ്മൾ പുറയിൽ ഇവരുടെ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവരെ എങ്ങനെ വന്നു, ആരുടെ കൂടെയൊക്കെ ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവരുടെ കോൺടാക്ട്സ് എങ്ങനെയൊക്കെയാണ്. ഇവർ ഒരാൾക്ക് 30 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക, നല്ല കാര്യം. പിന്നെ ഒരാൾ 18 വർഷമായിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ മെയിനാൾ ഗുരുസ്വാമിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അറിയത്തില്ല, അല്ലെ ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്നൊരു കാര്യമില്ല. ആ ഫാക്ട്സെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരോട് കണക്ട് ചെയ്തിട്ടുണ്ട് അതും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അവർ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്ക് ദുരൂഹതയോ ഇൻകൺസിസ്റ്റൻസിയോ അല്ലെ കള്ളമോ പറഞ്ഞേക്കുന്ന നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ടാലി ആകും. അപ്പോൾ അവരുടെ ഈ ബേസിക്കലി ഇവരുടെ ഒബ്ജക്റ്റീവ്സും മറ്റേതും വെച്ചിട്ടായിരിക്കും ഈ സെക്ഷൻ ചേഞ്ച് ആകും. അപ്പോൾ നമ്മളൊരു ബേസിക് ആ സെക്ഷനിലോട്ടാണ് നിൽക്കുന്നത്. ലിസ്റ്റിപ്പം എങ്ങനെയാലും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ DDPP ലിസ്റ്റിപ്പം വരും. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ആന്ധ്രയിലോട്ട് ഒരു ടീം ഇന്ന് തന്നെ വിടും. ഒരു CIന്റെ നേതൃത്വത്തിൻ്റെ ഒരു ടീം എത്തുന്നുണ്ട്. പിന്നെ ആന്ധ്ര ടീം വന്നു കഴിഞ്ഞാൽ അവരോട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട അഡീഷണൽ ശബരിമല എന്ന് പറഞ്ഞാൽ തന്നെ പോലീസിന് വേണ്ടി ഒരു ഏറ്റവും ഹൈ പ്രയോറിറ്റി ഏരിയ. നമ്മുടെ സെക്യൂരിറ്റിയും നമ്മുടെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റും ക്യാമറാസ് ഇന്നലെ കിട്ടിയത് തന്നെ പോലീസ് ക്യാമറാസും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി അവിടെ അങ്ങനെ ഏറ്റവും ഹൈ ലെവലിൽ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ കളക്ഷനും അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു വീഴ്ചയും മറ്റേ കാര്യം അവരുടെ ഫോട്ടോഗ്രാഫി മറ്റേത് അത് കറക്റ്റായിട്ട് അവർ തന്നെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ഫോട്ടോഗ്രാഫ് അവർ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റും തെളിയിക്കുന്ന അവർ 2-3 മണിക്കൂർ കഴിഞ്ഞ ഒരു ലക്ഷാധികം താഴോട്ട് ഇറങ്ങിയിരിക്കും. നമ്മളവർ ചെയ്ത് കഴിഞ്ഞിട്ട് 1-1.5 കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ പിടിക്കുന്ന ഒരു 4 പേരുണ്ട്. അത് തന്നെ കാണിക്കുന്ന ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ എന്താ ആ മൂവ്മെൻറ്റ് അത് കാണും. നാഷണൽ ഏജൻസി നമ്മളോട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാ ഏജൻസിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മളൊരു ലിമിറ്റ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. എല്ലാവരുടെയും ഇൻഫർമേഷൻ കിട്ടുന്നത് കളക്ട് ചെയ്യുന്നുണ്ട്. അവരോട് കണക്ട് ചെയ്തായിട്ടാണ് ഇതുവരെ ഒന്നുമില്ല. നമ്മൾ അവരോട് കണക്ട് ചെയ്ത് അവർ നമ്മുടെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അവർ നമ്മളോട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കാര്യങ്ങൾ.
കോന്നി പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തസുന്ദരമായ അന്തരീക്ഷം. കിഴക്കുപുറം SNDP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. വിശാലമായ ലൈബ്രറി, മികച്ച അധ്യാപനം, തികഞ്ഞ അച്ചടക്കം, വിശാലമായ കളിസ്ഥലം എന്നിവ ഈ കോളേജിന്റെ പ്രത്യേകതകളാണ്. കമ്പ്യൂട്ടർ ലാബ്, ഫിസിക്സ് ലാബ്, ഇലക്ട്രോണിക്സ് ലാബ്, PG കോഴ്സുകളടക്കം 9 കോഴ്സുകൾ. സാങ്കേതിക മികവാർന്ന പഠന സൗകര്യങ്ങളും മികവുറ്റതും ലളിതവും നവീനവുമായ അധ്യാപന രീതി. MA English, MCom Finance, BSc Physics with Electronics, BSc Computer Science, BCom Computer Application, BCom Finance and Taxation, BCom Travel and Tourism, BA Economics, BA English and Journalism. സാമൂഹ്യ പ്രവർത്തനത്തിൽ മികച്ച മാതൃകയായി നാഷണൽ അവാർഡ് നേടിയ NSS യൂണിറ്റ്. പത്തനംതിട്ട, കോന്നി എന്നിവിടങ്ങളിൽ നിന്നും കോളേജ് ബസ് സൗകര്യം. SC/ST വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്. അഡ്മിഷന് ഡൊണേഷൻ ഇല്ല, യൂണിവേഴ്സിറ്റി ഫീസ് മാത്രം. SNDP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കിഴക്കുപുറം. ഫോൺ 0468234999 9497767870. MG യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ TV പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ TVയിലൂടെ തത്സമയം കാണാം.